അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു. അതായത് അറബിയുമ്മയുടെ മനസ്സിൽ തോന്നിയ ആ ആഗ്രഹം അത് എന്താണെന്ന്. എന്നാൽ ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി. അതിൽ സഫ എന്നായിരുന്നു എല്ലാവരുടെയും ഉത്തരം. അതെ, അതുതന്നെയായിരുന്നു അറബിയുമ്മയുടെ ആഗ്രഹം. പക്ഷേ ഷാമിലിന് അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യണല്ലോ. എന്തൊക്കെ തന്നെയാലും അറബിയുമ്മ അവരെ വിളിച്ചു വരുത്തി. മോനെ ഷാമിൽ, അജ്മൽ, വരൂ, ഒരു ചർച്ചയുണ്ട് നമ്മൾക്ക്. അറബിയുമ്മ അവരെ വിളിച്ചു. വിശാലമായ ആ ഒരു ഹാളിലേക്ക് അവർ വന്നിരുന്നു. ബുഷിയും സഫയും ഒരുമിച്ചാണ്, അവർ അപ്പുറത്താണ്. ഉമ്മുൽ ഖൈറും അവരോടൊപ്പമുണ്ട്, അവരുടെ അനിയത്തിയും. എന്നാൽ അറബിയുമ്മ ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ അജ്മൽ, ഷാമിൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബുഷിയുടെ കാര്യം അത് കുറച്ച് പ്രയാസകരമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല. അല്ല, ബുഷിയും അവളുടെ ഭർത്താവും തമ്മിൽ എങ്ങനെ? പിന്നെ ഷാമിൽ, പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും ഇതിപ്പോൾ അജ്മൽ പറയട്ടെ. അജ്മൽ, എങ്ങനെയുണ്ട്? അറബിയുമ്മ, അത് എൻ്റെ പെങ്ങളെന്ന് വെച്ചാൽ ഇപ്പം അൻഷിഫുമായി, അതായത് അവളുടെ ഭർത്താവുമായി നല്ല സ്നേഹത്തിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പ്രയാസപ്പെട്ടു. ടിക്കറ്റും വിസയൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവളെ പെട്ടെന്ന് ഫ്ലൈറ്റിലേക്കൊന്ന് കയറ്റിക്കൊണ്ടുപോയി ഞാൻ പ്രയാസപ്പെട്ടു അറബിയമ്മ. കാരണം അത്രക്കും അവളുടെ ഭർത്താവിനോട് അത്രക്കും സ്നേഹം കൂടിയ രീതിയിലായിരുന്നു. ഓ മാഷാ അല്ലാ, അത് തന്നെയാണല്ലോ വേണ്ടത്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോടു കൂടെ ജീവിക്കുമെന്ന് തന്നെ. അല്ലാതെ അവൾ അസുഖമായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായി എന്ന് വിചാരിച്ചിട്ട് പോലും അവൾ അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ. ഇല്ല, അവൾക്ക് കൂടുതൽ സ്നേഹം ഇപ്പോൾ കൂടിയിരിക്കുന്നു. ആദ്യം എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിച്ച് പലതും പറഞ്ഞു കേട്ടു. മക്കളുണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉമ്മയൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ എന്നെ വിളിച്ചപ്പോൾ ഉമ്മ എന്താണ് ഇപ്പോൾ പറയുന്നത്? ഉമ്മ പറയുന്നത് അത് അൻഷിഫിനെ ഒഴിവാക്കണം, പകരം സിനാൻ എന്നുള്ള ഡോക്ടറുണ്ട്, അവനുമായിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ അള്ളാഹുവിൻ്റെ, ഞാൻ വിചാരിച്ചു ആദ്യം അത് നല്ല കാര്യമായിരിക്കും. കാരണം അൻഷിഫുമായുള്ള ബന്ധം അത്ര സേഫ് അല്ലെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു. പക്ഷേ ബുഷിയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. എൻ്റെ അത്രക്കും ഒരു ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും ആ രീതിയിലാണ് അവൾ. സത്യം പറഞ്ഞാൽ അറബിയുമ്മ, അവൾ എങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു രംഗം, അത് അവിടുത്തെ CCTV വേണമെങ്കിൽ പതിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും അവൻ്റെ ആ ഒരു ശരീരത്തിൽ നിന്ന് അവളെ വേർപ്പെടുത്താൻ കുറച്ചും പ്രയാസപ്പെട്ടു. അവൾ അൻഷിഫ്ക എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ഇക്കാക്ക് ഖിദ്മത്ത് ചെയ്ത് ഇവിടെ ജീവിച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ പിന്നെ ചെയ്യാം അല്ലേ? അത് ആ ഒരു അവസ്ഥയിലായിരുന്നു. ഓഹോ, അപ്പം അങ്ങനെയാണ്, അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് അല്ലേ? അതെ അറബിയുമ്മ, നിങ്ങൾ വേണമെങ്കിൽ അവളോട് ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ, ഉമ്മ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയണില്ലായിരുന്നു. പക്ഷെ നേരിൽ കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ അങ്ങനെയുള്ള കുറച്ച്. അല്ല, ഈ സിനാൻ എങ്ങനെ? സിനാൻ എന്ന് വെച്ചാൽ വിവാഹിതനല്ലേ? അതെ, ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ സിനാൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് ബുഷിയെ പറഞ്ഞ് എന്തൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട് തോന്നുന്നു. അതായത് അയാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, എൻ്റെ കൂടെ ജീവിക്കാം, നമുക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ അവളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്കൊരിക്കൽ പോലും അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടെ ഭർത്താവിനെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. അല്ലാതെ വേറൊരിക്കലും മറ്റൊരുത്തിനെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല. എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലല്ലേ. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ബുഷിയുടെ കാര്യത്തിൽ അജ്മലിന് പറയാനുള്ള അതാണ്. ഇനി ഷാമിലിനോടാണ് ചോദ്യം. ഷാമിൽ, അല്ല മോനെ, എന്താ ബുഷിയുടെ കാര്യത്തിൽ നിനക്ക് പറയാനുള്ളത്? പഴയ ഇഷ്ടങ്ങൾ വല്ലതും? അറബിയുമ്മ, ഒരിക്കൽ പോലും ഞാൻ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെ തെറ്റായൊരു ചിന്തയിൽ ഞാൻ അവളെ ചിന്തിച്ചിട്ട് പോലുമില്ല. ശരിയാണ്, വിവാഹത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച് അവൾക്കൊരു സോലിഹായ ഭർത്താവിനെ ലഭിക്കണമെന്നത് തന്നെയായിരുന്നു. എന്നാൽ അവളുടെ സിറ്റുവേഷൻ, അതായത് മക്കളുണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാനും അറിഞ്ഞു. പക്ഷേ
ഞാൻ ഒരു കാര്യം പറയാലോ, ബുഷി എന്ന ആ പെൺകുട്ടി, അതായത് കല്യാണം കഴിച്ച ഭർത്താവിനോട് 100% കൂറ് പുലർത്തുന്ന കുട്ടിയാണ്. അതായത് അവളുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള വേണ്ടാത്ത സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ തന്നെ ഞാൻ അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ശരിയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ എനിക്കില്ലാത്ത കുറ്റമില്ലായിരുന്നു. ഞാൻ അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അവളെ ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും. അതെ അറബി ഉമ്മ, പെട്ടെന്ന് അജ്മൽ പറഞ്ഞു, ശരിക്കും സത്യമായിട്ടും ഉമ്മ എന്നോട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് വേണ്ടാത്തത് പോരാത്തതിന് സിനാൻ എന്നുള്ള ഡോക്ടറും ഒരുപാട് വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊക്കെ ദേഷ്യപ്പെട്ടു. ഞാൻ ഷാമിലിനെ ഒരുപാട് വിളിച്ച് ചീത്ത പറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ്റെ ഉപ്പയെ വിളിച്ച് ചീത്ത പറഞ്ഞു, മകനെ നിലക്ക് നിർത്തിക്കോണം എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു അറബിയമ്മ, ഓരോരുത്തരും പറയുന്നതല്ലേ നമ്മളറിയാം. പിന്നീടാണ് ഞാനെല്ലാം അറിഞ്ഞത്. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. കാരണം അവൾ എൻ്റെ പെങ്ങളാണ്. പെങ്ങന്മാരാരും എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായ രീതി ആരെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ഒരിക്കലും ഒരു ആങ്ങളമാർക്കും സഹിക്കില്ല. എന്നാൽ ഷാമിൽ പറഞ്ഞു, അതെ അതെനിക്ക് നന്നായിട്ടറിയാം, അതവനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം പെങ്ങന്മാരാരെങ്കിലും വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുക, അവരോട് വേണ്ടാത്ത മോശമായി ഇടപഴകാന്ന് വെച്ചാൽ ഒരു ആങ്ങൾക്കും അത് സഹിക്കില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഞാനും അത് വിചാരിച്ചു. ഒരിക്കലും ഞാൻ അജ്മലിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവളുടെ ആ സിറ്റുവേഷൻ അത് അങ്ങനെയാക്കി തീർത്തു എന്ന് തന്നെ പറയാം. പിന്നെ എന്താ ചെയ്യുക, ഒരു പെണ്ണിനെ കുറിച്ച് മോശമായി സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെക്കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, മൊത്തത്തിൽ ഒരു മോശക്കാരനാക്കി മാറ്റിയ രീതിയിലായിരുന്നു എന്നെയും. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അതെ, എപ്പോഴും ബുഷി അവിടെ ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നത് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത്, മറ്റൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചു, അപ്പോൾ അവൾ പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലേ. അപ്പോൾ ബുഷിക്ക് അവളുടെ ഭർത്താവിനോട് തന്നെയാണ് താല്പര്യം. അറബിയമ്മ വിചാരിച്ചു, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അവൾക്ക് അതിന് അൻഷിഫിന് വേണ്ട എല്ലാ രീതിയിലുള്ള ചികിത്സകളും ലഭ്യമാക്കണം നമുക്ക്. അതിനു വേണ്ടിയിട്ട് അജ്മലും ഷാമിലും എല്ലാം അറബിയമ്മയോട് തുറന്നു പറഞ്ഞു. അറബിയമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഓ, അപ്പൊ ബുഷിയുടെ ഉമ്മ, അവരെ ഞാൻ എങ്ങനെ നോക്കിയതായിരുന്നു ഇവിടെ. അല്ല, ഒരുത്തിനെ കണ്ടപ്പോൾ സ്വന്തം മരുമകനെ ഒഴിവാക്കിയല്ലേ അവള്. ഇത് അല്പം കടന്ന കൈയായി പോയി അറബി ഉമ്മക്ക്. ശരിക്കും പറഞ്ഞാൽ അജ്മലിന്റെ ഉമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. മോനെ അജ്മൽ, നിന്റെ ഉമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോടാ, തികച്ചും നല്ലൊരു സ്ത്രീ ആയിരുന്നല്ലോ അവർ. ഉമ്മ, സാഹചര്യം അതല്ലേ ഓരോരുത്തർക്കും അങ്ങനെ ആക്കുന്നത്. മാത്രമല്ല മക്കളില്ല, മക്കൾ ഒരിക്കൽ പോലും ആ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കില്ല, അല്ലെങ്കിൽ ആ ഭർത്താവിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ കൂടുതൽ പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഉമ്മാക്കും തോന്നി, അതെ എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് മരുമകൻ ഇവൻ തന്നെയാണെന്ന്. അതായത് ബുഷിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് അവൻ പറഞ്ഞത് ഉമ്മയോട്. പിന്നെ എങ്ങനെ ഉമ്മ മനസ്സ് മാറാതിരിക്കും. കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഡോക്ടർ സിനാൻ, അതെ ആളുകൾക്ക് നന്മ പകരേണ്ട അവൻ ഇപ്പോൾ ഈ രീതിയിലാണോ എല്ലാവരെയും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത്? അതായത് ശരിക്കും അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്തെല്ലാം ഷിഫിയാക്കേണ്ട ആളാണ്. പക്ഷേ അതിന് പകരമായിട്ട് ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ലല്ലോ അതിൻ്റേതായ ശരി. അറബിയമ്മ ആലോചിച്ചു. സാരമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ നടക്കട്ടെ. പക്ഷേ ബുഷിക്ക് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവരുത്, അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം ബുഷിയും സഫയും അവർ രണ്ടുപേരും നല്ല സംസാരത്തിലാണ്. എന്നാൽ സഫ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ബുഷി അന്ന് അറബിയമ്മയുടെ കൂടെ അല്പം ദിവസം നിന്നത് കൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് അറബി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇംഗ്ലീഷും. സഫയാണെങ്കിൽ വെറും ഇംഗ്ലീഷും അറബിയും മാത്രമാണ് സംസാരിക്കുന്നത്. മലയാളത്തിന്റെ ഒരു അംശം പോലും അവൾക്ക് അറിയുന്നില്ല. എങ്കിൽ ബുഷി അവളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ GNM ആണ് പഠിക്കുന്നത്, അത് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ കുറച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ആയി, ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നല്ലൊരു ജോലി നോക്കണം എന്നൊക്കെ അവള് പറഞ്ഞു. അതിനിടയിൽ അവൾ എന്തോ ഒരു വിഷമം പോലെ, അല്ല അപ്പോൾ ഇനി വിവാഹത്തിനൊക്കെ അങ്ങനെ എന്താ പറഞ്ഞപ്പോൾ
അവൾ പറഞ്ഞു, സഫ, എൻ്റെ വിവാഹം കഴിഞ്ഞതാണടി. അതായത് എനിക്ക് ഭർത്താവുണ്ട്. എന്നിട്ട് ഭർത്താവ് അദ്ദേഹം ഒരു ചെറിയൊരു ആക്സിഡൻറ്റിൽ, അതായത് അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് സ്വയം ഇരിക്കുവാനോ ഒന്നിനും കഴിയില്ല, ഒരാളുടെ ഹെൽപ്പില്ലാതെ. ഓ, അങ്ങനെയാണല്ലേ. പക്ഷേ അല്ല ബുഷി, അപ്പോൾ ഇങ്ങോട്ട് അത് മോളെ, അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എൻ്റെ വീട്ടിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ കഴിയുമ്പോഴേ ഞാൻ അവിടെ നിൽക്കുന്നത് ഒട്ടും. എന്നാൽ സഫ ചോദിച്ചു, എന്താണ് ബുഷി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ടോ? സഫ അത് അവളോട് മറച്ചു വെച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ പടച്ച റബ്ബിൻ്റെ വിധി പോലെയല്ലേ എല്ലാം വരിക. ഒക്കെ ഇൻഷാ അല്ലാഹ് ശരിയാവായിരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അസുഖമൊന്ന് വേഗം മാറിക്കിട്ടിയാൽ മാത്രം മതി. വേറൊന്നും വേണ്ട. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രം മതി. അതിലുപരി വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം ശരിയാകും ബുഷി, നീ വിഷമിക്കല്ലേ. എല്ലാം പടച്ച റബ്ബിൻ്റെ വിധി പോലെയായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഉമ്മുൽ ഖൈർ അങ്ങോട്ട് വന്നു. ബുഷിയും സഫയും സംസാരിച്ചിരിക്കുകയാണ്. അവർ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അതിനിടയിലേക്ക് ഉമ്മുൽ ഖൈർ വന്നു. മോളെ, ഉമ്മ, മൂത്തുമ്മ, പിന്നെ ഇവളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഉമ്മ. എന്താ മോളെ, എന്ത് പറ്റി? എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഭർത്താവില്ലേ? ഭർത്താവ് അതെ ഉണ്ട്, പക്ഷേ അത് കുറച്ച്. എന്നാൽ ഉമ്മുൽ ഖൈർ പറഞ്ഞു, എൻ്റെ ജീവിതം പോലെ ആയിരിക്കും അല്ലേ മോളെ. ഭർത്താവുണ്ട്, പക്ഷേ വളരെയധികം പ്രയാസകരമായ ജീവിതത്തിലൂടെ ആണ് മോളെ ഞാൻ കടന്നു പോയത്. എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു. ചെറുപ്പം തൊട്ടേ എനിക്ക് അങ്ങനെ ജീവിതത്തിലെ സിറ്റുവേഷൻസിലൂടെ ജീവിക്കേണ്ടി വന്നു. മക്കളൊന്നും ഉണ്ടായതുമില്ല. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹവുമായി ഞാനൊരു ബന്ധമില്ല. പക്ഷേ ചില കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ജീവിക്കുകയാണ് എന്നർത്ഥം, അല്ലാതെ വേറൊന്നുമല്ല. ഉമ്മുൽ ഖൈർ ബുഷിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബുഷി ഒരു നിമിഷം സങ്കടപ്പെട്ടു. പാവം, അവരുടെ അവസ്ഥയോർത്ത്. പക്ഷേ എൻ്റെത് അങ്ങനെയല്ലല്ലോ. സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കാനാണ് എൻ്റെ ഉമ്മ തയ്യാറാകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ബുഷിയുടെ സങ്കടകരമായ ആ ഒരു സംസാരം കേട്ട് ശരിക്കും ഉമ്മുൽ ഖൈറിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്നാൽ പെട്ടെന്ന് അറബിയുമ്മ അങ്ങോട്ട് വന്നു. കണ്ണീരോടെ നിൽക്കുന്ന ബുഷിയാണ് അറബിയുമ്മ കണ്ടത്. മോളെ ബുഷി, മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയല്ലേ, അതുപോലെയൊക്കെയല്ലേ വരൂ. എന്തായാലും മോളുടെ ഭർത്താവിൻ്റെ അസുഖം അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അത് ഷിഫിയാക്കി തരട്ടെ. മോളെ ബുഷി, ഉമ്മയുടെ ബുദ്ധിയില്ലായ്മ, അതായത് ഉമ്മയുടെ ആ മനസ്സ് മാറിയത് പെട്ടെന്ന് തന്നെ റെഡിയാകട്ടെ. കാരണം ഉമ്മ ഏതോ ഒരു ലോകത്താണിപ്പോൾ. കാരണം ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ച് കഴിഞ്ഞാലേ അതിൽ വീണ് പോവുകയെന്ന് വെച്ചാൽ ഈമാൻ്റെ കുറവാണ്. അതെ, ഉമ്മാക്ക് അതെല്ലാം നികത്തി സത്യം തിരിച്ചറിഞ്ഞ് തിരിച്ച് വരുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. സത്യം പറ മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഞാൻ ചോദിക്കട്ടെ മോളോടൊരു കാര്യം. സിനാൻ നിന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ കേട്ടല്ലോ. അത് എന്താ മോൾക്ക് പറയാനുള്ളത്? മോൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറ. അത് അറബിയുമ്മ, മോളെ, നീയും നിൻ്റെ ഭർത്താവുമായിട്ട് എങ്ങനെയായിരുന്നു കാര്യങ്ങളെല്ലാം? നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നോ അതോ എന്തായിരുന്നു? അറബിയുമ്മ, ഞാനിതെങ്ങനെ പറയും? മോൾക്ക് വിഷമമാണെങ്കിൽ ഈ സമയത്ത് പറയണ്ട. മോൾ തനിച്ചാകുമ്പോൾ പറഞ്ഞാൽ മതി. എന്താ കേട്ടോ? ഞാൻ മോളുടെ അരികിലേക്ക് വരാം. നിങ്ങൾ എല്ലാവരുടെ ഇടയിൽ നിന്നും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോൾ ഉമ്മയോട് എല്ലാം തുറന്ന് പറയണം കേട്ടോ. ഉമ്മ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ. പക്ഷേ
അതൊന്നും നടക്കാതെ വന്നപ്പോൾ മോൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല ഉമ്മ, ആ കാര്യത്തിലൊന്നും വിഷമം തോന്നിയില്ല. കാരണം പിന്നീട് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭർത്താവ് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറബിയുമ്മ, ഞാനും അവരും ആങ്ങളെയും പെങ്ങളും പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ബെഡ്റൂമിലൊക്കെ ഒരിക്കൽ പോലും അദ്ദേഹം ഞാനുമായി, അല്ലെങ്കിൽ ഞാനും അദ്ദേഹവുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ അറബിയുമ്മ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഉമ്മ, എനിക്ക് മോളെ ഒന്നും മറച്ചു വെക്കണ്ട. അറബിയുമ്മയിൽ നിന്ന് എല്ലാം മോള് പറഞ്ഞോളൂ, എല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അറബിയുമ്മ, ഞാൻ അറബിയുമ്മയുടെ അരികിലേക്ക് വരാം. മോളെ എന്നാവാ അറബിയുമ്മയുടെ റൂമിലേക്ക്, നമുക്ക് രണ്ടു പേർക്കും കാര്യങ്ങളെല്ലാം സംസാരിക്കാം കേട്ടോ. നിനക്ക് ഇങ്ങനെ ഓപ്പണായി പറയുവാൻ മടിയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മോൾക്ക് വേണ്ടി ഉമ്മയെല്ലാം ചെയ്തു തരുമല്ലോ കേട്ടോ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ തന്നെ കേൾക്കുവാൻ, തന്നെ അറിയുവാൻ, തന്നെ സ്നേഹിക്കുവാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ബുഷിയിൽ ഉണ്ടായി. എന്നാൽ ഈ സമയം അതാ റയാൻ വിളിക്കുന്നു നമ്മുടെ അജ്മലിനെ. ഹലോ ഹലോ, റയാനാണ്. ആ ഡോക്ടർ റയാൻ, പറയൂ, എന്തൊക്കെയുണ്ട്? അതായത് എന്തൊക്കെയാ അജ്മൽ സാറേ വിശേഷങ്ങൾ അവിടുത്തെ? ബുഷി ഓക്കെ ആയോ? അൽഹംദുലില്ലാ, ബുഷി അറബിയുമ്മയെ കണ്ടപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആ ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. ഇനി അവൾക്ക് പെട്ടെന്നൊരു ജോലി റെഡിയാക്കണം. അത് അറബിയുമ്മയുടെ അൽഷിഫ ഹോസ്പിറ്റലുണ്ട്, അവിടെ അവൾക്കൊരു ജോലി കൂടി സെറ്റായി കൊടുത്ത് ഒരുപാട് ടെൻഷനൊക്കെ മാറിക്കോളും ഇൻഷാ അല്ലാ. നമുക്ക് അൻഷിഫിൻ്റെ കാര്യം എപ്പോഴൊക്കെ റെഡിയാക്കി എടുക്കാം. ആ അല്ല, അറബിയുമ്മക്ക് അവിടെ ഹോസ്പിറ്റലുണ്ടോ? ആ അതെ, അൽഷിഫ ഹോസ്പിറ്റൽ, എല്ലാം ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അറബിയുമ്മക്ക്. ആണോ? ശരിക്കും അത് കേട്ടപ്പോൾ ഡോക്ടർ റയാന് മനസ്സിൻ്റെ ഉള്ള ഒരു ആഗ്രഹം, അതെ അറബിയുമ്മ ഏതായിരിക്കും അവരുടെ ഹോസ്പിറ്റലിൽ നമുക്കൊക്കെ ഒരു ജോലി സെറ്റാക്കി തന്നെ അതൊക്കെ നടന്നാൽ വലിയ ഭാഗ്യം തന്നെയല്ലേ. എന്നാൽ അജ്മൽ പറഞ്ഞു, ഇൻഷാ അല്ലാ നോക്കട്ടെ, എന്തായാലും ബുഷിനെ നോക്കട്ടെ. പിന്നെ അവളുടെ ഭർത്താവുമായിട്ട് സുഖസുന്ദരമായി ജീവിക്കുന്ന കൂടി ഒന്ന് കാണണം. അതാണ് ഇപ്പോൾ അറബിയമ്മക്കുള്ള ആഗ്രഹം. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയായാലും ഞാൻ അറബിയമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അല്ല, അൻഷിഫിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം അത്രക്കും ഡോസ് കൂടിയ മെഡിസിൻസൊക്കെ അല്ലേ ആഡ് ചെയ്തത്. അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് വേണം പുതിയത് കയറ്റാൻ. അപ്പോൾ അതിനുള്ള ക്ലീനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ റെഡി ആവും, ഓക്കെ ആവും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ സിനാൻ എവിടെയാണവോ? അയാൾക്ക് പലയിടങ്ങളിലും പല രീതിയിലുള്ള എല്ലായിടത്തും പിടിപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ഈ സമയം സിനാൻ ബുഷിയുടെ ഉമ്മയുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ ഉമ്മ. ആ മോനെ, എടാ എൻ്റെ മക്കളൊക്കെ പോയി. അവർ പോണ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കാത്ത എൻ്റെ മക്കൾ എനിക്ക് തീരെ താല്പര്യമില്ല. അവരവരുടെ ഇഷ്ടം പോലെ എങ്ങോട്ടാച്ചാൽ പോയിക്കോട്ടെ, നോ പ്രോബ്ലം. ഉമ്മ, അത് അവർ പോയിക്കോട്ടെ അല്ലേ. എന്തൊക്കെ തന്നെയായാലും ഉമ്മയുണ്ടല്ലോ എന്നോട് സംസാരിക്കാൻ. മോനെ നിനക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അജ്മലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ തല്ലെൻ്റെ മണ്ടക്കൊന്ന് കിട്ടിയത് നല്ല രീതിയിൽ തലക്കൊരു ക്ഷതം പറ്റിയ പോലെ ഉണ്ട്. അവന് എന്തൊക്കെ എടുത്ത് ചോറിലേക്കൊക്കെ തള്ളിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കെൻ്റെ മെഡൽ അബ്ലാങ്കട്ട തകർന്ന പോലെ രീതിയിലാണ് അവൻ എന്നെ തല്ലിയതും തള്ളിയതും. ഇതൊക്കെ ഞാൻ പകരം വീട്ടും. കൊടുക്കണം നല്ലോണം. എൻ്റെ മോനായിട്ട് പറയുകയല്ല, അവന് നല്ല രീതിയിൽ നീ കൊടുക്കുക തന്നെ വേണം. അങ്ങനെ വിട്ടാൽ പറ്റില്ല, കേസ് കൊടുക്കണം. അതാ വേണ്ടത്. സ്വന്തം മകനെതിരെ ആ ഉമ്മ കേസ് കൊടുക്കണം എന്നിവരെ സിനാനോട് പറയുന്നു. അത് എന്തൊരു മനസ്സാണ് ആ ഉമ്മക്കുള്ളത്. എന്നാൽ അജ്മൽ ഇതൊന്നും അറിയുന്നില്ല. ഉമ്മയും സിനാനും വീണ്ടും അവർ സംഭാഷണം തുടങ്ങിയതും ഒന്നും. അതെ, മകനെതിരെ കേസ് കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത്. കാരണം തീരെ പറ്റിയിട്ടില്ല. സിനാനും ഉമ്മയും തമ്മിലുള്ള ആ ഒരു രഹസ്യബന്ധം അത് അവൻ കണ്ടത് ഉമ്മാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉമ്മ പറഞ്ഞ്, എന്താ പോൻ അങ്ങനെ നടക്കാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിച്ചൂടെ? അത് ചോദിക്കാനും പറയാനും ഓൻ ആരാ? എന്നിട്ടാ ഡോക്ടറെ വരെ തല്ല. എന്താന്നില്ല, അത്ര സ്വാതന്ത്ര്യം പാടില്ലല്ലോ. ശരിക്കും അവൻ കേസ് കൊടുക്കാൻ വേണ്ടത്. സ്വന്തം മോനായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, നല്ലോണം കിട്ടാത്തതിൻ്റെ കുറവാണ്. എൻ്റെ മുഖത്തൊക്കെ വരെ ഓൻ അതിൻ്റെ ശേഷം ശരിക്കും നോക്കിയിട്ടില്ല. എന്നോടെന്തൊരു പകള്ള പോലെ. എന്താന്നാ ഞാൻ ഓനെ കാട്ടിയത്? ശരിക്കും അജ്മലിൻ്റെ ഉമ്മ സിനാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉമ്മ, അതങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്വന്തം മക്കൾക്ക് ഉമ്മാനോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ,
ഞാനായതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ഞാൻ ഉണ്ട്. എപ്പോൾ വിളിച്ചാലും ഞാൻ വന്നിരിക്കും. നിങ്ങളെ മോനെ ഇനി കാക്കണ്ട. സിനാന് ഉമ്മയെ ഒന്നുകൂടി അതാ മൂപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഉമ്മയും വിചാരിച്ചു മോനാണ് പോലും മോന്. എനിക്ക് തീരെ ഇഷ്ടമല്ല, വരാൻ മതിയായിരുന്നു. എന്താന്നില്ലേ, എനിക്ക് എന്നെ നോക്കാൻ സിനാനുണ്ട്. അവൻ തന്നെ എനിക്കിഷ്ടം, അല്ലാതെ വേറെ ആരുമല്ല. എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറുന്ന അവൻ മാത്രമാണ്. സിനാൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ സന്തോഷിച്ചു. മോനെ ഞാനുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എന്നെ വിളിക്കാം, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാം കേട്ട് സിനാൻ സന്തോഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് ബുഷിയെ സ്വന്തമാക്കണം. അപ്പോഴേക്കും അവളൊന്ന് പോയിട്ട് വരട്ടെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, അജ്മലിൻ്റെ ഉമ്മയുടെ സ്വഭാവം മാറുമോ, അതോ എന്നും ആ സിനാൻ്റെ കെണിയിൽപ്പെട്ട് അവരെങ്ങനെ ജീവിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നബിദിനാശംസകൾ.